PPF ഫിസിക്സ് ക്ലാസിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കറന്റ് ഇലക്ട്രിസിറ്റി എന്നുള്ള നമ്മുടെ തേർഡ് ലെസൺ ആണ്. ദ ലാസ്റ്റ് ക്ലാസ് വി ഹാവ് ഡിസ്കസ്ഡ് അബൌട്ട് ദ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ്. ആ ചാപ്റ്റർ നമ്മൾ ഫിനിഷ് ചെയ്തു. അപ്പോൾ കറന്റ് ഇലക്ട്രിസിറ്റി എന്ന ലെസണിലേക്ക് പോവുകയാണ്. ഇലക്ട്രിക് കറന്റ് Have you heard the term electric current? Yes. നമ്മൾ ചെറിയ ക്ലാസ് പഠിച്ചിട്ടുള്ളതാണ്. It is the rate of flow of charge. ഒരു കണ്ടക്ടറിലൂടെ ഒരു സെക്കൻഡിൽ ഫ്ലോ ചെയ്യുന്ന ചാർജിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഇലക്ട്രിക് കറന്റ് എന്ന് വിളിക്കുന്നത്. നമ്മളിപ്പോൾ ഒരു കണ്ടക്ടർ കൺസിഡർ ചെയ്യാണ്. Let us consider a conductor. അപ്പോൾ ഈ കണ്ടക്ടറിൽ ചാർജ് ഉണ്ടോ ഇല്ലയോ? നമ്മളൊരു കണ്ടക്ടർ എടുത്താൽ ആ കണ്ടക്ടറിൽ ചാർജ് ഉണ്ടാവുമോ? നെറ്റ് ചാർജ് 0 ആയിരിക്കും. പക്ഷെ അതിൽ എന്തുണ്ട്? ഇലക്ട്രോൺസ് ഉണ്ട്, പ്രോട്ടോൺസ് ഉണ്ട്. ഇലക്ട്രോൺസ് എന്ത് ചെയ്യും? ഫ്ലോ ചെയ്യും. ഇലക്ട്രോൺസ് മൂവ് കണ്ടക്ടർ കണ്ടെയ്ൻ ലാർജ് നമ്പർ ഫ്രീ ഇലക്ട്രോൺസ് നമ്മൾ പറയുന്നതാണ്. അപ്പൊ ഫ്രീ ടു മൂവ് ഓവർ ദ സർഫേസ് ഓഫ് ദ കണ്ടക്ടർ. അപ്പൊ ഇങ്ങനെ ഫ്രീ ആയിട്ട് മൂവ് ചെയ്യുമ്പോൾ അവിടെ കറണ്ട് ഉണ്ടാവോ ഇല്ലയോ? ഇല്ല, നമുക്കറിയാം. സാധാരണ ഒരു കണ്ടക്ടർ നമ്മൾ തൊട്ട് നമുക്ക് ഷോക്ക് ഉണ്ടാവില്ല. ദാറ്റ് മീൻസ് അവിടെ എന്തില്ല? കറണ്ട് ഇല്ല. അപ്പൊ അവിടെ ഇലക്ട്രോൺസ് ഉണ്ട്, ഫ്രീ ചാർജ് കാരിയേഴ്സ് ഉണ്ട്. പിന്നെ എന്തുകൊണ്ടാ കറണ്ട് ഇല്ലാത്ത? Yes, because these electrons are in random motion. അപ്പോൾ the directed flow of electric charge നമ്മൾ എന്ത് വിളിക്കുന്നത്? കറണ്ട് എന്ന് വിളിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? രണ്ട് എൻഡിലായിട്ട് പൊട്ടൻഷ്യൽ ഡിഫറൻസ് കൊടുക്കണം. പൊട്ടൻഷ്യൽ ഡിഫറൻസ് കൊടുക്കുക എന്ന് ഉദ്ദേശിക്കുന്നത് അതിനെ ഒരു ബാറ്ററിയോ അല്ലെങ്കിൽ ഒരു സെല്ലോ ആയിട്ട് അതിനെ എന്ത് ചെയ്യണം? നമ്മൾ കണക്ട് ചെയ്യണം. കണക്ട് ചെയ്ത സമയത്ത് ഇലക്ട്രോൺസ് മുഴുവൻ അങ്ങോട്ടേക്ക് പോകും. നെഗറ്റീവ് നിന്ന് പോസിറ്റീവിലേക്ക് ഇലക്ട്രോൺസ് മൂവ് ചെയ്യും. അങ്ങനെ ഒരു സെക്കൻഡിൽ ഇപ്പോൾ ഡെൽറ്റ ക്യൂ എന്നുള്ള അത്രയും ഇലക്ട്രോൺ ചാർജസ് ഡെൽറ്റ ടി ടൈമിൽ എന്ത് ചെയ്യാണ്? ഫ്ലോ ചെയ്യാണ്. ഡെൽറ്റ ക്യൂ എന്നുള്ള ഇലക്ട്രോൺസ് ഡെൽറ്റ ടി ടൈമിൽ ഫ്ലോ ചെയ്യുകയാണെങ്കിൽ ഒരു സെക്കൻഡിൽ എത്ര ഇലക്ട്രോൺസ് ഫ്ലോ ചെയ്യും? ഒരു സെക്കൻഡിൽ എത്ര ചാർജസ് ഫ്ലോ ചെയ്യും? ഡെൽറ്റ ക്യൂ ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി. ഇതാണ് ചാർജ് ഫ്ലോയിങ് പെർ യൂണിറ്റ് ടൈം. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഇലക്ട്രിക് കറണ്ട് എന്ന് വിളിക്കുന്നത്. അപ്പൊ ഇതിനെ ഇലക്ട്രിക് കറണ്ട് എന്ന് വിളിക്കുമ്പോൾ ഈ ഡെൽറ്റ ടിയുടെ വാല്യൂ എന്തായിരിക്കണം? വളരെ ചെറുതായിരിക്കണം. ഇൻഫിനിസിമലി സ്മോൾ ആയിരിക്കണം. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക? ലിമിറ്റും കൂടെ കൊടുക്കും. ലിമിറ്റ് ഡെൽറ്റ ടി ഡിവൈഡ് ബൈ ഡെൽറ്റ ക്യൂ ഡിവൈഡ് ബൈ ഡെൽറ്റ ടി then ഡെൽറ്റ ടി ടെൻസ് ടു 0. അതാണ് കറക്റ്റ് ഇലക്ട്രിക് കറണ്ട്. ഇറ്റ് ഈസ് ദ റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ഇലക്ട്രിക് ചാർജ്. Here delta Q is a charge flowing through the conductor, a cross section of a conductor, a charge flowing from one end to other end in a time delta t. നമ്മൾ ഇത് സിമ്പിൾ ആയിട്ട് ഇങ്ങനെ പറയുകയാണെങ്കിൽ നമുക്ക് I is equal to എന്ത് പറഞ്ഞാലും മതി? Q ഡിവൈഡഡ് ബൈ ടി എന്ന് പറഞ്ഞാലും മതി. അപ്പൊ ടി ടൈമിൽ Q എന്നുള്ള ചാർജ് ഫ്ലോ ചെയ്യും. അപ്പൊ ഇവിടെ ഇതിന്റെ യൂണിറ്റ് എന്താ വരിക? ചാർജിന്റെ യൂണിറ്റ് എന്താണ്? കൂളോംബ്. ടൈമിന്റെ യൂണിറ്റ് എന്താണ്? സെക്കൻഡ്. ഇറ്റ് ഈസ് കോൾഡ് ആംപിയർ. ആംപിയർ. ആംപിയർ സയന്റിസ്റ്റിന്റെ പേരാണ്. അതിന്റെ സിമ്പിൾ എന്താണ്? ക്യാപിറ്റൽ ലെറ്റർ എ ആണ് അതിന്റെ സിമ്പിൾ. പക്ഷെ നമ്മൾ ആംപിയറിന്റെ ഡെഫിനിഷൻ ഇത് വെച്ചല്ല പറയുന്നത്. 1 ആംപിയർ കറണ്ടിന്റെ ഡെഫിനിഷൻ നമ്മൾ വേറൊരു ടേം വെച്ചിട്ടാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ദാറ്റ്സ് അബൌട്ട് ഇലക്ട്രിക് കറണ്ട്. അപ്പൊ ഇലക്ട്രിക് കറണ്ട് പാസ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? സെല്ലിന്റെ രണ്ട് എൻഡിലായിട്ട് പൊട്ടൻഷ്യൽ ഡിഫറൻസ് കൊടുക്കണം. അപ്പൊ നമുക്ക് ഇത് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ്. അപ്പൊ നമുക്ക് പൊട്ടൻഷ്യൽ ഡിഫറൻസ് കൊടുത്താൽ എങ്ങനെയാണ് ചാർജ് ഫ്ലോ ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ് നോക്കേണ്ടത്. ഓക്കെ, ഈ ഡോട്ടുകളൊക്കെ ഞാൻ ഫ്രീ ഇലക്ട്രോൺസിനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ്. ഇതൊരു അലൂമിനിയം കണ്ടക്ടർ ആണ്. അലൂമിനിയം കണ്ടക്ടറിന്റെ അലൂമിനിയം എന്നുള്ള അതായത് ഫ്രീ ഇലക്ട്രോൺസ് പോലെ അത് പോസിറ്റീവ് അയോണാണ്. ആ പോസിറ്റീവ് അയോൺ ആണ് ഞാൻ ഇവിടെ AL എന്നുകൊണ്ട് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. കണ്ടക്ടർ ആണ്. കണ്ടക്ടറിൽ പോസിറ്റീവ് അയോൺ മീൻസ് ആ ആറ്റത്തിൽ നിന്നും ഇലക്ട്രോൺസ് പുറത്തേക്ക് വരികയാണ്. അപ്പൊ ഇതാണ് പോസിറ്റീവ്. അത് ഇമ്മൊബൈലാണ്. ഇലക്ട്രോൺസ് ആണ് എന്ത് ചെയ്യുന്നത്? മൂവ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ ഇവിടെ എന്ത് ചെയ്യുന്നു? ഒരു നെഗറ്റീവ് പോസിറ്റീവ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് കൊടുത്താൽ ഇലക്ട്രോൺസ് ഒക്കെ എങ്ങോട്ടേക്ക് പോവാ? പോസിറ്റീവിലേക്കാണ് പോവുക. എന്തുകൊണ്ടാണ് ഇത് പോസിറ്റീവിലേക്ക് പോകുന്നത്? ഇലക്ട്രിക് ഫീൽഡ്. യെസ്, അവിടെ എന്ത് ചെയ്യൂ? ഇലക്ട്രിക് ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും അല്ലെ? ആ ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് F is equal നമ്മൾ എന്താ പഠിച്ചത് ഫസ്റ്റ് ലെസണില്? ഫോഴ്സ് F is equal to QE എന്നുള്ള ഒരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും. Q is the charge. അപ്പൊ here what is the force experienced by an electron? ഇലക്ട്രോണിന്റെ ചാർജ് എന്താണ്? ഇലക്ട്രോണിന്റെ ചാർജ് Q is equal to minus E ആണ്. So the force experienced by the electron F is equal to minus E into E. ഇങ്ങനെ ഒരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്താൽ അതിന് എന്തുണ്ടാവും? ആക്സലറേഷൻ ഉണ്ടാവും. അതിന്റെ ആക്സലറേഷൻ A ഈക്വൽ എന്തായിരിക്കും?
ആക്സിലറേഷൻ A is equal to F divided by M. അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇവിടെ ആക്സിലറേഷൻ ഓഫ് ദ ഇലക്ട്രോൺ എന്തായിരിക്കും മൈനസ് E divided by M. Here M represent mass of an electron. അപ്പൊ ഇങ്ങനെ ഒരു ആക്സിലറേഷൻ ഉണ്ടാവും. ഈ ആക്സിലറേഷൻ കൊണ്ട് അത് എന്ത് ചെയ്യാൻ തുടങ്ങും മൂവ് ചെയ്യാൻ തുടങ്ങും. അപ്പൊ മൂവ് ചെയ്യുമ്പോൾ നോക്കുക പോസിറ്റീവ് അയോൺസ് ഉള്ളത് അത് കൊളൈഡ് ചെയ്ത് പിന്നെ എന്ത് ചെയ്യാതെ ഏതെങ്കിലും ഒരു ഡയറക്ഷനിലേക്കും അവിടെ പോസിറ്റീവ് ആണ് അതുമായിട്ട് കൊളൈഡ് ചെയ്യും. അപ്പൊ അതിങ്ങനെ കൊളൈഡ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത് ഇവിടെ എത്തുന്നത്. അപ്പൊ അത് നമ്മൾ ഡ്രിഫ്റ്റിംഗ് എന്നാണ് പറയാ. ഡ്രിഫ്റ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ഒരു എൻഡിൽ നിന്ന് അടുത്ത എൻഡിലേക്ക് എന്ത് ചെയ്യുന്നത് ഡ്രിഫ്റ്റ് ചെയ്യണം. അപ്പൊ ഈ ഓരോ കൊളീഷന്റെ ഇടയിലും അത് ഗെയിൻ ചെയ്യുന്ന വെലോസിറ്റി ഡിഫറെന്റ് ആയിരിക്കും, അല്ലെങ്കിൽ ആ കൊളീഷന്റെ ഇടയിൽ അത് ട്രാവൽ ചെയ്യുന്ന ടൈം ഡിഫറെന്റ് ആയിരിക്കും. അപ്പൊ അതിനൊരു നമുക്ക് എന്ത് ചെയ്യാം ഒരു ആവറേജ് ടൈം കൺസിഡർ ചെയ്യാം. ആ ആവറേജ് ടൈമിനെ നമ്മൾ വിളിക്കുന്നവരാണ് റിലാക്സേഷൻ ടൈം. ഇതിന്റെ പേര് വിളിക്കുക റിലാക്സേഷൻ ടൈം. റിലാക്സേഷൻ ടൈം എന്ന് പറയുന്നത് ഇസ് ആവറേജ് ടൈം ബിറ്റ്വീൻ ടു സക്സസീവ് കൊളീഷൻ. രണ്ട് കൊളീഷന്റെ ഇടയിലുള്ള ടൈം അതിനെന്ത് വിളിക്കുന്നത് ആവറേജ് ടൈം എന്ന് വിളിക്കുന്നത്. ആ ആവറേജ് ടൈം വെച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം അതിന്റെ ആവറേജ് വെലോസിറ്റി കണ്ടുപിടിക്കാം. ഇപ്പൊ വെലോസിറ്റി ഓരോ ഇലക്ട്രോണിന്റെ ഡിഫറെന്റ് ആയിരിക്കും, കാരണം അത് റാൻഡം അല്ല, അത് ഒരു ഡയറക്ഷനിലേക്കാണ് പോകുന്നത്. പക്ഷെ അതിന്റെ ഇടയിൽ എന്ത് ചെയ്യുന്നുണ്ട് പോസിറ്റീവ് അയോൺസിറ്റി കൊളൈഡ് ചെയ്യുന്നുണ്ട്. ആ കൊളീഷൻ ഇടയിൽ പിന്നെയും വെലോസിറ്റി കുറയുന്നു, വീണ്ടും വെലോസിറ്റി ഇൻക്രീസ് ചെയ്യുന്നു. ആ ടൈം ആവറേജ് ടൈം ആയിട്ട് എടുത്തിട്ട് അത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു അതിന്റെ ആവറേജ് വെലോസിറ്റി കണ്ടുപിടിക്കുന്നു. അപ്പൊ വെലോസിറ്റി കാണാൻ ഇക്വേഷൻ നമുക്കറിയാം V is equal എന്താണ് V0 പ്ലസ് AT എന്നുള്ളതാണ്. റിലാക്സേഷൻ ടൈം നമ്മൾ ടോ എന്നാണ് കൊടുക്കാറ്. അപ്പൊ ഈ സ്റ്റാർട്ടിങ് ഫ്രം റെസ്റ്റ് നോക്കി, ഇപ്പൊ ഇവിടെ നിന്ന് തുടങ്ങി, ഇവിടെ റെസ്റ്റ് തുടങ്ങി ഇങ്ങോട്ടേക്കാണ് മൂവ് ചെയ്യുന്നത്. ഇതിന്റെ ഇടയിലെ ടൈമിനാണ് നമ്മൾ കൊടുത്തത് ടോ എന്ന് കൊടുത്തത്. അത് ആവറേജ് ടൈമാണ് ടോ എന്ന് കൊടുത്തത്. അതിന്റെ ഇടയിലെ ടൈം അത് ആവണമെന്നില്ല, നിർബന്ധമില്ല. കാരണം മൊത്തം കൊളീഷന്റെ ടൈം നോക്കി അതിന് ആവറേജ് നമ്പർ എടുത്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത് ടോ എന്ന് കൊടുത്തേക്കുന്നത്. അപ്പൊ ഞാൻ ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. V0 സ്റ്റാർട്ടിങ് റെസ്റ്റ് ആയതുകൊണ്ട് ഞാൻ എന്ത് കൊടുക്കുന്നു 0 എന്ന് കൊടുക്കുന്നു. പ്ലസ് ആക്സലറേഷൻ എന്നാണ് മൈനസ് E ഡിവൈഡ് ബൈ M ആണ്. റിലാക്സേഷൻ ടൈം എന്നാണ് ടോ ആണ്. അപ്പൊ ഇതാണ് ആവറേജ് വെലോസിറ്റി. അതായത് ഒരു കണ്ടക്ടറിന്റെ രണ്ട് എൻഡിൽ നമ്മൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് കൊടുക്കുകയാണെങ്കിൽ, പൊട്ടൻഷ്യൽ ഡിഫറൻസ് കൊടുക്കുമ്പോൾ അവിടെ എന്ത് ചെയ്യുന്നു ഇലക്ട്രിക് ഫീൽഡ് വരുന്നു. ആ ഇലക്ട്രിക് ഫീൽഡിലൂടെ ഇലക്ട്രോൺസ് എന്ത് ചെയ്യും മൂവ് ചെയ്യും. പക്ഷെ അതിനെന്ത് ചെയ്യാൻ കഴിയില്ല, ഒരെൻഡിൽ നിന്ന് അടുത്ത എൻഡിലേക്ക് ഫ്രീ ആയിട്ട് അങ്ങ് മൂവ് ചെയ്യാൻ കഴിയില്ല. കൊളൈഡ് ചെയ്ത് അത് ഡ്രിഫ്റ്റ് ചെയ്യാനേ പറ്റുള്ളൂ. ആ ഡ്രിഫ്റ്റ് ചെയ്യുന്ന ഇലക്ട്രോണിന്റെ ആവറേജ് വെലോസിറ്റിയുടെ ഇക്വേഷൻ ആണ് ഈ കിട്ടിയേക്കുന്നത്. ഈ വെലോസിറ്റിയെ നമ്മൾ ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്നാണ് വിളിക്കുന്നത്. ഡ്രിഫ്റ്റ് വെലോസിറ്റി VD is equal to ഇക്വേഷൻ കിട്ടും മൈനസ് EE ഡിവൈഡഡ് ബൈ M ഇൻറ്റു ടോ എന്ന് കിട്ടും. അപ്പൊ ചിലപ്പോൾ നമ്മളോട് ചോദിക്കാം വാട്ട് ഡു യു മീൻ ബൈ ഡ്രിഫ്റ്റ് വെലോസിറ്റി? എന്താ ഡ്രിഫ്റ്റ് വെലോസിറ്റി നിങ്ങൾ പറയാം? ഒരു കണ്ടക്ടറിന് രണ്ട് എൻഡില് പൊട്ടൻഷ്യൽ ഡിഫറൻസ് കൊടുത്ത് അതിനിടെ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും. അപ്പൊ എന്ത് ചെയ്യും, അതില് ആ ഇലക്ട്രിക് ഫീൽഡിലൂടെ ഫ്രീ ഇലക്ട്രോൺസ് മൂവ് ചെയ്യും. ആ മൂവ് ചെയ്യുന്ന ഇലക്ട്രോണിന്റെ ആവറേജ് വെലോസിറ്റി. എന്തുകൊണ്ട് നമ്മളിവിടെ ആവറേജ് വെലോസിറ്റി എടുക്കുന്നത്? യെസ്, എല്ലായിടത്തും എല്ലാ ഇലക്ട്രോൺ എന്തല്ല സെയിം വെലോസിറ്റി ആയിരിക്കില്ല ഗെയിൻ ചെയ്യുക. കാരണം അത് എന്ത് ചെയ്യുന്നുണ്ട് കൊളീഷന്റെ ടൈം ചില ഡിഫറെന്റ് ആവാം. ചില ഇലക്ട്രോൺ ഇവിടെ കൊളൈഡ് ചെയ്താൽ നേരെ ഇവിടെ എത്താം, അടുത്തത് അവിടെ പോസിറ്റീവ് ആണെങ്കിൽ വീണ്ടും കൊളൈഡ് ചെയ്യാം. ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്ന് നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾ പറയേണ്ടത് ഇറ്റ് ഈസ് ദ ആവറേജ് വെലോസിറ്റി വിത്ത് വിച്ച് ഫ്രീ ഇലക്ട്രോൺസ് ആർ ഡ്രിഫ്റ്റഡ് അണ്ടർ ദ ഇൻഫ്ലുവൻസ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ്. ഇറ്റ് ഈസ് ദ ആവറേജ് വെലോസിറ്റി വിത്ത് വിച്ച് ഫ്രീ ഇലക്ട്രോൺസ് ആർ ഡ്രിഫ്റ്റഡ് അണ്ടർ ദ ഇൻഫ്ലുവൻസ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ്. ഇലക്ട്രിക് ഫീൽഡിന്റെ ഇൻഫ്ലുവൻസിൽ ഫ്രീ ഇലക്ട്രോൺസ് ഡ്രിഫ്റ്റ് ചെയ്യുമ്പോൾ അതിന്റെ ആവറേജ് വെലോസിറ്റിയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്ന് വിളിക്കുന്നത്. അതിന് ഇക്വേഷൻ ഡിറൈവ് ചെയ്യാൻ ചോദിച്ചാൽ സോ സിമ്പിൾ. F is equal to let us consider a conductor. When we are applying a potential difference across the conductor, the force experienced by the free electron F is equal to minus E into E. The acceleration of the electron is equal to minus EE divided by M. F by M. The average time difference between two successive collisions, that is called relaxation time. Then we already know that V equal to V0 plus AT. Here V0 equal to 0, initial velocity. Instead of A, substitute minus EE divided by M. Instead of T, relaxation time. So VD is equal to minus EE divided by M into T. This is the equation of drift velocity. Okay. അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം. അടുത്ത നമ്മൾ ഓംസ് ലോ ആണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓംസ് ലോ നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ ഓംസ് ലോ എന്താണ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, അതെനിക്കറിയാം.
അല്ലേ? യെസ്, ഗുഡ്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള ഭാഗത്തേക്ക് നമുക്ക് പോകേണ്ടതുണ്ട്. അപ്പോൾ ഓംസ് ലോ എക്സ്പ്ലെയിൻ ചെയ്ത് ഞാനൊരു സർക്യൂട്ട് ഡയഗ്രം ഇവിടെ ഒരു സർക്യൂട്ട് കൺസിഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ നേരത്തെ വരച്ച കണ്ടക്ടർ വരച്ചില്ലേ? കണ്ടക്ടർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെയാണ് നേരത്തെ കണ്ടക്ടർ വരച്ചത്. ഈ കണ്ടക്ടറിനെ നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നതാണ് ഇങ്ങനെ, റെസിസ്റ്റർ എന്നാണ് അതിന് പറയുന്നത്. റെസിസ്റ്റർ, ഇത് റെസിസ്റ്ററിന്റെ സിമ്പിളാണ്. ഇത് എന്തിന്റെ സിമ്പിളാണ് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം, സെല്ലാണ്. ഇത് വേരിയബിൾ റെസിസ്റ്റർ. വേരിയബിൾ റെസിസ്റ്റർ ആണ് റിയോസ്റ്റാറ്റ് എന്ന് പറയും. റിയോസ്റ്റാറ്റ് എന്നാണ്, അതുകൊണ്ടാണ് RH എന്ന് കൊടുത്തേക്കുന്നത്. ഇത് കീയുടെ സിമ്പിളാണ്. ഇതിപ്പോ ഒരു ക്ലോസ്ഡ് കീ ആണ്. ക്ലോസ്ഡ് എന്ന് പറഞ്ഞാൽ പിന്നെ ഇതെന്തെങ്കിലും ഇതിലൂടെ കറണ്ട് പാസ് ചെയ്യില്ല, അതാണ് ക്ലോസ്. ഇത് റിയോസ്റ്റാറ്റ്, ഇതൊരു കീ ആണ്. ഇതൊരു ഓപ്പൺ കീ ആണ്. ഓപ്പൺ എന്ന് പറഞ്ഞാൽ ഈ സർക്യൂട്ട് ഓപ്പൺ ആണ്, അപ്പൊ ഇതിലൂടെ എന്ത് ചെയ്യുന്നില്ല, കറണ്ട് പാസ് ചെയ്യുന്നില്ല. ഈ സർക്യൂട്ട് ക്ലോസ് ചെയ്ത കീ ആണെങ്കിൽ നമ്മളിവിടെ ഒരു ഡോട്ടും കൂടെ കൊടുത്താൽ അതെന്ത് ചെയ്തു, സർക്യൂട്ട് ക്ലോസ് ചെയ്തതിന്റെ സിമ്പിൾ ആണ്. ഒരു ക്ലോസ്ഡ് കീ ആണെങ്കിൽ കറണ്ട് പാസ് ചെയ്യും. കറണ്ട് ഇലക്ട്രോൺ ഫ്ലോ ചെയ്യുന്നതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കൺവെൻഷനലി കറണ്ടിന്റെ ഡയറക്ഷനായിട്ട് എടുക്കുന്നത്. കറണ്ടിന്റെ ഡയറക്ഷൻ കൺവെൻഷനലി ഓപ്പോസിറ്റ് ദ ഫ്ലോ ഓഫ് ഇലക്ട്രോൺ. ഇലക്ട്രോൺസ് എങ്ങനെ ഫ്ലോ ചെയ്യുക, നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലേക്കാണ് ഇലക്ട്രോൺ ഫ്ലോ ചെയ്യുക. സോ കറണ്ടിന്റെ ഡയറക്ഷൻ എങ്ങനെ എടുക്കണം, പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്കാണ് കറണ്ടിന്റെ ഡയറക്ഷൻ എടുക്കുക. ഓക്കെ, ഞാൻ ഇവിടെ ഒരു എക്സ്പെരിമെന്റ് ചെയ്യാൻ പോവാം. എക്സ്പെരിമെന്റ് ചെയ്യുന്നത് ഇവിടെ എന്ത് ചെയ്യുന്നു, ഈ വോൾട്ടേജ്, ഈ റെസിസ്റ്ററിലൂടെയുള്ള വോൾട്ടേജ് ചേഞ്ച് ചെയ്യും. റെസിസ്റ്ററിന്റെ വോൾട്ടേജ്, അതിനാണ് ഇവിടെ വേരിയബിൾ റെസിസ്റ്റർ വെച്ചേക്കുന്നത്, റിയോസ്റ്റാറ്റ് വെച്ചേക്കുന്നത്. അപ്പൊ ഈ റെസിസ്റ്ററിലൂടെ വോൾട്ടേജ് ചേഞ്ച് ചെയ്യുമ്പോൾ ഈ സർക്യൂട്ടിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ടിന് എന്ത് ചേഞ്ച് ആണ് വരുന്നതെന്നാ നോക്കുന്നത്. അപ്പോൾ വോൾട്ടേജും കറണ്ടുമാണ് ഞാൻ മെഷർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. വോൾട്ടേജ് കറണ്ട്, വോൾട്ടേജ് ചേഞ്ച് ചെയ്യുമ്പോൾ കറണ്ടിലുള്ള ചേഞ്ച് ആണ് ഞാൻ പഠിക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ്. നമ്മൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് പഠിച്ചതാണ് വോൾട്ടേജ് എന്ന് പറയുന്നത്. അപ്പോൾ ആ വയറിനൊക്കെ രണ്ട് കണ്ടക്ടറിന് അക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് ചേഞ്ച് ചെയ്താൽ അതിന് അക്രോസ് ആയിട്ടുള്ള കറണ്ടിന് എന്ത് ചേഞ്ച് ആണ് ഉണ്ടാവുക, അതാണ് നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ കറണ്ട് വോൾട്ടേജ് മെഷർ ചെയ്യണമെങ്കിൽ അതിന് ഡിവൈസസ് വേണം. കറണ്ട് മെഷർ ചെയ്യാനുള്ള ഡിവൈസിന്റെ പേരാണ് അമീറ്റർ. അമീറ്റർ എന്നുള്ളതാണ് കറണ്ട് മെഷർ ചെയ്യാനുള്ള ഡിവൈസിന്റെ പേര്. അമീറ്ററിന്റെ സിമ്പൽ ഇങ്ങനെയാണ്. അതിനെന്തുണ്ടാവും, പോസിറ്റീവും നെഗറ്റീവും ഉണ്ടാവും. ഈ പോസിറ്റീവ് എന്നുള്ളത് ബാറ്ററിയുടെ പോസിറ്റീവായിട്ട് കണക്ട് ചെയ്യണം, നെഗറ്റീവ് എന്നുള്ളത് ബാറ്ററിയുടെ നെഗറ്റീവായിട്ട് കണക്ട് ചെയ്യണം. പിന്നെ അമീറ്റർ ഓൾവേസ് കണക്റ്റഡ് ഇൻ സീരീസ് ടു ദ സർക്യൂട്ട്. സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്യുന്നത്. അതെന്തുകൊണ്ടാണെന്ന് ഞാൻ പിന്നീട് പറഞ്ഞത്. അമീറ്റർ ഓൾവേസ് കണക്റ്റഡ് ഇൻ സീരീസ്. അപ്പോൾ സീരീസ് എന്ന് പറഞ്ഞാൽ ഈ വയറിൽ എവിടെ കണക്ട് ചെയ്താലും മതി. അപ്പോൾ ഞാൻ തൽക്കാലം ഞാൻ ഇവിടെ കണക്ട് ചെയ്യാം, അമീറ്റർ കണക്ട് ചെയ്യാം. അമീറ്ററിന്റെ പോസിറ്റീവ് നെഗറ്റീവ് ഉണ്ട്. അമീറ്ററിന്റെ പോസിറ്റീവ് ഏതുമായിട്ട് കണക്ട് ചെയ്യണം, ഇതാണ് ബാറ്ററിയുടെ പോസിറ്റീവ്, ഇതാണ് ബാറ്ററിയുടെ നെഗറ്റീവ്. അപ്പോൾ ബാറ്ററിയുടെ പോസിറ്റീവായിട്ട് അമീറ്ററിന്റെ പോസിറ്റീവ് കണക്ട് ചെയ്യണം, ബാറ്ററിയുടെ നെഗറ്റീവ് ആയിട്ട് അമീറ്ററിന്റെ നെഗറ്റീവ് കണക്ട് ചെയ്യണം. അപ്പോൾ കറണ്ട് മെഷർ ചെയ്യാനുള്ള ഡിവൈസ് റെഡി. ഇനി എന്ത് മെഷർ ചെയ്യണം, പൊട്ടൻഷ്യൽ, അതായത് വോൾട്ടേജ് മെഷർ. വോൾട്ടേജ് മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഡിവൈസിന്റെ പേരാണ് വോൾട്ട് മീറ്റർ. വോൾട്ട് മീറ്റർ. അപ്പോൾ ഈ വോൾട്ട് മീറ്ററിന്റെ സിമ്പൽ ഇതുപോലെയാണ്. വോൾട്ട് മീറ്ററിന് എന്തുണ്ട്, പോസിറ്റീവ് നെഗറ്റീവ് ഉണ്ടാവും. നേരത്തെ പോലെ തന്നെ പോസിറ്റീവ് ബാറ്ററിയുടെ പോസിറ്റീവായിട്ട് കണക്ട് ചെയ്യുക, നെഗറ്റീവ് ബാറ്ററിയുടെ നെഗറ്റീവായിട്ട് കണക്ട് ചെയ്യുക. ബട്ട് വോൾട്ട് മീറ്റർ ഈസ് ഓൾവേസ് കണക്റ്റഡ് ഇൻ പാരലൽ ടു ദ സർക്യൂട്ട്. റെസിസ്റ്ററിന്റെ പാരലൽ ആയിട്ടാണ് കണക്ട് ചെയ്യുന്നത്. അത് എന്തുകൊണ്ടാണെന്ന് ഞാൻ പറയാം. വോൾട്ട് മീറ്റർ പാരലൽ ആയിട്ട് കണക്ട് ചെയ്യുന്നു, അമീറ്റർ എന്ത് ചെയ്തു, സീരീസ് ആയിട്ട് കണക്ട് ചെയ്തു. വോൾട്ട് മീറ്ററിന്റെ പോസിറ്റീവ് ബാറ്ററിയുടെ പോസിറ്റീവ്, വോൾട്ട് നെഗറ്റീവ് ബാറ്ററിയുടെ നെഗറ്റീവ്. ഇനി ഇത് യൂസ് ചെയ്ത് ഞാൻ എക്സ്പെരിമെന്റ് ചെയ്യാൻ വേണ്ടി പോകാം. ഓക്കെ, അപ്പൊ ഇത് നമ്മൾ ഓംസ് ലോ വെരിഫൈ ചെയ്യാനുള്ള സർക്യൂട്ട് ഡയഗ്രാമാണ് ഞാനിവിടെ വരച്ചത്. ഓംസ് ലോ വെരിഫിക്കേഷനുള്ള സർക്യൂട്ട് ഡയഗ്രാം റെഡി അല്ലേ? അപ്പൊ എക്സാമ്പിൾ ആയിട്ട് ഞാൻ പറയാം. എക്സ്പെരിമെന്റ് ചെയ്യാനുള്ള ഇത് ഇവിടെ ഓപ്ഷൻ ഇവിടെ ഇല്ല, നമുക്ക് ലാബിൽ നിന്ന് ചെയ്യേണ്ട എക്സ്പെരിമെന്റ് ആണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഒരു എക്സാമ്പിൾ ആയിട്ട് പറയണേ. ഞാൻ ഇതൊരു വോൾട്ടേജ് 1 വോൾട്ട് കൊടുത്തു എന്ന് കരുതും, അല്ലെങ്കിൽ 0.5 വോൾട്ട് കൊടുത്തു. വോൾട്ടേജ് പൊട്ടൻഷ്യൽ ഡിഫറൻസ്, വോൾട്ടേജിന്റെ സിമ്പൽ, വോൾട്ടേജിന്റെ യൂണിറ്റ് വോൾട്ട് ആണെന്ന് നമുക്കറിയാം. അപ്പോൾ 0.5 വോൾട്ട് കൊടുത്തപ്പോൾ എനിക്ക് കിട്ടുന്ന കറണ്ട് ലെറ്റ് ഇറ്റ് ബി 0.5 മില്ലി ആംപിയർ ആണെന്ന് കരുതും. 0.5 ആംപിയർ ആണ് എനിക്ക് കിട്ടിയത്. ഇതിലുള്ള വോൾട്ടേജ് കാണുന്നത് 0.5 വോൾട്ടേജ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ റിയോസ്റ്റാറ്റ് ചേഞ്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്. റിയോസ്റ്റാറ്റ് വേരിയബിൾ റെസിസ്റ്റർ ആണ്. വേരിയബിൾ റെസിസ്റ്റർ ഇങ്ങനെ ഉണ്ടാവാം. ഇവിടെ ഒരു നോബ് ഉണ്ടാവും, ഇവിടെ ഒരു നോബ് ഉണ്ടാവും, ഇവിടെ ഒരു നോബ് ഉണ്ടാവും.
ഈ താഴെ കാണുന്ന രണ്ട് കണക്ഷൻ ഈ നോബിലും ഈ നോബിലാണ് കൊടുക്കുന്നത്. മുകളിലുള്ള കണക്ഷനാണ് ഇവിടെ കൊടുക്കുക. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഞാൻ ഒരു കണക്ഷൻ താഴെ ഇവിടെയും കൊടുത്തു, ഒന്ന് അവിടെ കൊടുത്തു, മുകളിലും കൊടുത്തു. അപ്പോൾ ഇവിടെയും കൊടുത്തു, ഇവിടെയും കൊടുത്തു. ഇവിടെ എന്തുണ്ടാകുന്ന പറഞ്ഞാൽ സ്ലൈഡ് ചെയ്യാൻ പറ്റുന്നൊരു പോർഷൻ ഉണ്ടാവും. അപ്പോൾ ഇതിങ്ങനെ സ്ലൈഡ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് അതിൻ്റെ റെസിസ്റ്റൻസ് വാരി ചെയ്യും. ആ റെസിസ്റ്റൻസ് വാരി ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കുറച്ചും കൂടെ കുറച്ച് ഈ ചാപ്റ്റർ മുന്നോട്ട് എത്തിയാൽ നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഇതിൽ വാരി ചെയ്യുമ്പോൾ റെസിസ്റ്റർ വാരി ചെയ്യും. ഇതിൻ്റെ റെസിസ്റ്റൻസ് വാരി ചെയ്യുമ്പോൾ ഇതിനെ ക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് ചേഞ്ച് ചെയ്യും. അതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യും, ഇവിടെയുള്ള വോൾട്ടേജ് ചേഞ്ച് ആവും. അങ്ങനെയാണ് വോൾട്ടേജ് ചേഞ്ച്. അതൊന്നും നിങ്ങളിപ്പോൾ ഓർക്കണ്ട. റെസിസ്റ്റൻസ് വാരി ചെയ്യുമ്പോൾ വോൾട്ടേജ് 0.5 വോൾട്ട് ആക്കുന്നു. അപ്പോൾ കറണ്ട് എത്ര കിട്ടുന്നു? 0.5 കിട്ടുന്നു. ഞാൻ വോൾട്ടേജ് നേരെ ഡബിൾ ആക്കി 1 വോൾട്ട് ആക്കി. അപ്പോൾ എനിക്ക് കിട്ടുന്ന കറണ്ട് എന്താണ്? 1 ആംപിയർ ആണ് കിട്ടുന്നത്. വോൾട്ടേജ് 1.5 ആക്കുമ്പോൾ കറണ്ട് എത്ര കിട്ടുന്നുണ്ട്? 1.5 കിട്ടുന്നുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ അതിൽ നിങ്ങൾക്ക് എന്താ മനസ്സിലാവുന്നത്? അതായത് വോൾട്ടേജ് ഡബിൾ ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നു? കറണ്ട് ഡബിൾ ആവും. വോൾട്ടേജ് 3 ടൈംസ് ആവുമ്പോൾ കറണ്ട് 3 ടൈംസ് ആവും. യെസ്, ഗുഡ്. The current flowing through a conductor is directly proportional to the potential difference across the ends of the conductor. അല്ലേ? കണ്ടക്ടറിന്റെ എൻഡിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസിനനുസരിച്ചാണ് എന്ത് ചെയ്യുന്നത്? അതിലൂടെ ഫ്ലോ ചെയ്ത കറണ്ട് ഉണ്ടാവുക. അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് പറയാം? I proportional to V എന്ന് പറയാം. I proportional to V. ഇതാണ് ഓംസ് ലോ. പക്ഷെ ഓംസ് ലോ വാലിഡ് ആവണമെങ്കിൽ ബാക്കിയുള്ള എല്ലാ ടേംസ് കോൺസ്റ്റന്റ് ആയിരിക്കണം. ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പോൾ ഓംസ് ലോയുടെ സ്റ്റേറ്റ്മെന്റ് അതും കൂടെ നമ്മൾ പറയും. Ohm's law states that at a constant temperature, the electric current flowing through a metallic conductor is directly proportional to the potential difference between the ends of the conductor. അപ്പോൾ നിങ്ങൾ അതിലോട്ട് മെറ്റാലിക് കണ്ടക്ടർ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അപ്പോൾ മെറ്റാലിക് കണ്ടക്ടറിലൂടെയാണ് ഞാൻ മെറ്റാലിക് കണ്ടക്ടറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിന് പകരം വേറെ എന്തെങ്കിലും എടുക്കുകയാണെങ്കിൽ എന്തായിരിക്കും എന്ന് നമുക്ക് വഴിയെ മനസ്സിലാക്കാം. ഓംസ് ലോയുടെ സ്റ്റേറ്റ്മെന്റ് നമുക്ക് പറഞ്ഞിട്ട് at a constant temperature, electric current flowing through a metallic conductor is directly proportional to the potential difference between the ends of the conductor. I proportional to V എന്ന് കിട്ടും. ഇപ്പോൾ ക്ലിയർ ആയിട്ടുണ്ടാവല്ലോ. This is Ohm's law. ഇനി അതിന്റെ ബാക്കിയിലേക്ക് നമുക്ക് പോകാം. Ohm's law നമുക്ക് മനസ്സിലായത് I proportional to V എന്നാണ്. അപ്പോൾ നമ്മൾ ഇതിന്റെ VI ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ എങ്ങനെ ഉണ്ടാവുക? വോൾട്ടേജ് കറണ്ട് ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ ആസ് ദ വോൾട്ടേജ് ഇൻക്രീസസ് കറണ്ട് ഓൾസോ ഇൻക്രീസസ് അല്ലേ? അപ്പോൾ എന്തായിരിക്കും? അതൊരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും വിത്ത് സ്ലോപ്പ്. ഒരു സ്ലോപ്പിൽ ഒരു ഇൻക്ലിനേഷൻ ഒരു സ്ട്രെയിറ്റ് ലൈൻ. ഇതാണ് ഇതിനെ നമ്മൾ ക്യാരക്ടറിസ്റ്റിക്സ് എന്നാ പറയാം. വേരിയേഷൻ ഓഫ് കറണ്ട് വിത്ത് റെസ്പെക്ട് ടു ദ വോൾട്ടേജ്. ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ VI ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ ഇതേപോലെയാണ് കിട്ടുക. അപ്പോൾ I പ്രൊപ്പോർഷൻ ടു V കിട്ടി. അപ്പോൾ നമുക്ക് V പ്രൊപ്പോർഷൻ എന്ന് പറയാം I എന്ന് പറയാം. V ഈസ് ഈക്വൽ ആകുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? കോൺസ്റ്റന്റ് ഓഫ് പ്രൊപ്പോർഷണാലിറ്റി. ഇവിടെ ഞാൻ കോൺസ്റ്റന്റ് ഓഫ് പ്രൊപ്പോർഷണാലിറ്റി R എന്നാണ് കൊടുക്കുന്നത്. അപ്പോൾ R ഇൻറ്റു I എന്ന് കിട്ടും. അല്ലെങ്കിൽ V ഈസ് ഈക്വൽ എന്ന് പറയുന്നത് ഞാൻ IR എന്ന് പറയുന്നു. അപ്പോൾ ഇതാണ് ഓംസ് ലോയുടെ ഇക്വേഷൻ. V ഈക്വൽ IR where R is the constant of proportionality. It is called resistance. അതിനെ നമ്മൾ റെസിസ്റ്റൻസ് എന്നാണ് വിളിക്കുന്നത്. റെസിസ്റ്റൻസ്. അപ്പോൾ V ഈക്വൽ IR ഒരിക്കലും മറന്നു പാടില്ല. ഓംസ് ലോ എന്ന് കേൾക്കുമ്പോൾ തന്നെ എന്ത് വേണം? V is equal to IR where V is what? Potential difference across ends. I is what? Current flowing through the conductor. R is what? Resistance. R is equal to equation എന്താ? V divided by I എന്ന്. റെസിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാവും അല്ലേ? നമ്മുടെ ഫ്രീ ഇലക്ട്രോൺസ് കണ്ടക്ടറിലൂടെ മൂവ് ചെയ്യുമ്പോൾ അതിലുള്ള പോസിറ്റീവ് അയോൺസ് എന്ത് ചെയ്യുന്നതിനാ? ഒപ്പോസ് ചെയ്യും. ആ ഒപ്പോസിഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? റെസിസ്റ്റൻസ് എന്ന് വിളിക്കുന്നത്. It is the opposition offered by the conductor to the flow of charge. ചാർജ് ഫ്ലോ ചെയ്യുന്നതിന് കണ്ടക്ടർ ഒപ്പോസ് ചെയ്യുന്നതിനാണ് എന്ത് വിളിക്കുന്നത്? റെസിസ്റ്റൻസ് എന്ന് വിളിക്കുന്നത്. So as the resistance increases, current will decrease. അല്ലേ? റെസിസ്റ്റൻസ് കൂടുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും? കറണ്ട് കുറഞ്ഞു വരും. റെസിസ്റ്റൻസ് കുറയുമ്പോൾ എന്ത് ചെയ്തതിലൂടെ കൂടുതൽ കറണ്ട് ഫ്ലോ ചെയ്യും. റെസിസ്റ്റൻസ് എന്നൊരു ടേം മനസ്സിലായിട്ടുണ്ടോ? ഇറ്റ് ഈസ് ദ ഒപ്പോസിഷൻ ഓഫേർഡ് ബൈ ദ കണ്ടക്ടർ ടു ദ ഫ്ലോ ഓഫ് ഇലക്ട്രിക് കറന്റ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? R is equal to V by I എന്ന് കിട്ടി. ഇനി ഞാൻ ഇതിൽ നിങ്ങളോട് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ. V ഇൻക്രീസ് ചെയ്താൽ വാട്ട് ചേഞ്ച് ഈസ് പ്രൊഡ്യൂസ്ഡ് ഇൻ ദ റെസിസ്റ്റൻസ്? വാട്ട് വിൽ ഹാപ്പൻ ടു ദ റെസിസ്റ്റൻസ് ആസ് വി ഇൻക്രീസ് ഇൻ ദ വോൾട്ടേജ്? വോൾട്ടേജ് കൂട്ടിയാൽ ഫോർ എ ഗിവൺ വയറിൽ വോൾട്ടേജ് കൂട്ടുമ്പോൾ ആ വയറിന്റെ റെസിസ്റ്റൻസിന് എന്ത് മാറ്റമാണ് ഉണ്ടാവുക? അതിനകത്ത് ഞാൻ എക്സ്പെരിമെന്റ് ചെയ്തില്ലേ? ആ എക്സ്പെരിമെന്റ് ആ റെസിസ്റ്റൻസ് അവിടെ തന്നെ വെച്ചു.
പിന്നെ വോൾട്ടേജ് കൂട്ടി. അപ്പൊ എന്ത് ചേഞ്ച് ആണ് ഉണ്ടാവുക? ഈ ഇക്വേഷൻ നോക്കിയിട്ട് നിങ്ങൾ പറഞ്ഞാട്ടെ. R പ്രൊപ്പോർഷണൽ ടു V ആണ്. അപ്പൊ V കൂടുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും? R കൂടും എന്നാണോ നിങ്ങൾ പറയുന്നത്? അല്ല, ആ ആൻസർ തെറ്റാണല്ലേ? എന്തുകൊണ്ടാ? R is the constant of proportionality. അപ്പൊ V കൂടുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും? The value of current will increase, so R remains constant. അപ്പൊ നമുക്ക് എന്ത് പറയാം? ഈ R ന്റെ വാല്യൂ വോൾട്ടേജ് കൂടുമ്പോൾ എന്ത് ചെയ്യുന്നില്ല? റെസിസ്റ്റൻസ് ഓഫ് ദ കണ്ടക്ടർ ചേഞ്ച് ചെയ്യില്ല. കറണ്ട് കൂടുമ്പോഴും എന്ത് ചെയ്യുന്നില്ല? റെസിസ്റ്റൻസ് ഓഫ് എ ഗിവൺ മെറ്റാലിക് കണ്ടക്ടർ there is no change. അപ്പോൾ ഞാൻ അടുത്ത ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് what are the factors which depends on the resistance of a conductor. ഒരു കണ്ടക്ടറുടെ റെസിസ്റ്റൻസ് എന്തിനൊക്കെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ അത് നിങ്ങൾക്ക് തന്നെ പറയാൻ പറ്റുന്നതാണ്. റെസിസ്റ്റൻസ് ദ ഒപ്പോസിഷൻ ആണ് ഓഫേർഡ് ബൈ ദ കണ്ടക്ടർ ടു ദ ഫ്ലോ ഓഫ് കറന്റ്. അപ്പോൾ നിങ്ങൾ പറയണ്ടേ, ഞാൻ ഇവിടെ ഒരു കണ്ടക്ടർ എടുത്തു, ഇതാണ് കണ്ടക്ടർ. അപ്പോൾ ഇത്രയും പോസിറ്റീവ് അയോൺസ് ആണ് ഉള്ളതെന്ന് വിചാരിക്കും. അപ്പോൾ ഇതിലൂടെ ഫ്ലോ ചെയ്യുമ്പോൾ അവരെന്ത് ചെയ്യും? അതിനെ ഒപ്പോസ് ചെയ്യും. അതിനൊരു ഗിവൺ വാല്യൂ ഓഫ് റെസിസ്റ്റൻസ് ഉണ്ടാവും. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാണ്? ഈ കണ്ടക്ടറെ ലെങ്ത് ഇൻക്രീസ് ചെയ്യാം. ലെങ്ത് ഇൻക്രീസ് ചെയ്താൽ റെസിസ്റ്റൻസിന് എന്ത് മാറ്റാണ് ഉണ്ടാവും? ബാക്കിയൊക്കെ കോൺസ്റ്റന്റ് ആക്കിക്കൊണ്ട് അതേ മെറ്റാലിക് കണ്ടക്ടറിന്റെ നേരത്തെ കൂടുതൽ ലെങ്ത് ഉള്ള ഒരു വയർ എടുത്തു. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യാൻ ഉണ്ടാവുക? ലെങ്ത് കൂടുമ്പോഴതിന് കൂടുതൽ ഒപ്പോസിഷൻ ഉണ്ടാവും, കൂടുതൽ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യാം. സോ നമുക്ക് എന്ത് പറയാം? The resistance of a conductor depends on the length of the conductor. അപ്പോൾ ലെങ്ത് കൂടുമ്പോൾ എന്ത് ചെയ്യുന്നതിന്റെ റെസിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്യാൻ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. റെസിസ്റ്റൻസ് ഓഫ് എ കണ്ടക്ടർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ ലെങ്ത് ഓഫ് ദ കണ്ടക്ടർ. ഇനി അതിന്റെ സൈസ് ആണ് കൂട്ടുന്നതെങ്കിലോ, ഇതിന്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ആണ് കൂട്ടുന്നതെങ്കിലോ, ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ കൂട്ടാൻ അതിന് എന്ത് ചെയ്യാൻ പറ്റും? ഈസി ആയിട്ട് പോകാൻ കഴിയും അല്ലേ? നേരത്തേക്കാളും കുറച്ചും കൂടെ എന്ത് ചെയ്യാം? ഈസി ആയിട്ട് പോകാം. അപ്പൊ അതിനർത്ഥം എന്താണ്? As the area of cross sectional area increases, resistance decreases. അവിടെയും directly proportional ആണ്. R is directly proportional to 1/A. അല്ലെങ്കിൽ inversely proportional to the cross sectional area എന്ന് പറയാം. അപ്പോൾ what are the factors which depends on the resistance എന്ന് വെച്ചാൽ ഒന്നെന്താണ്? Length of the conductor. Second one, cross sectional area of the conductor. Third one, temperature. As the temperature changes, resistance also changes. പിന്നെ ഒന്ന് വേറെ ഉണ്ടെന്ന് നമ്മുടെ കോപ്പർ എന്നുള്ള മെറ്റീരിയലിനുള്ള റെസിസ്റ്റൻസ് ആയിരിക്കില്ല അലൂമിനിയത്തിന് ഉണ്ടാവുക. അപ്പോൾ ഇത് ഡിപ്പെൻഡ്സ് ഓൺ ദ മെറ്റീരിയൽ. നമുക്ക് നേച്ചർ ഓഫ് ദ മെറ്റീരിയൽ എന്ന് പറയാം. അപ്പോൾ വാട്ട് ആർ ദ ഫാക്ടേഴ്സ് വിച്ച് ഡിപ്പെൻഡ്സ് ഓൺ ദ റെസിസ്റ്റൻസ് ഓഫ് എ മെറ്റാലിക് കണ്ടക്ടർ ഓർ റെസിസ്റ്റർ ഓഫ് എ കണ്ടക്ടർ എന്ന് ചോദിച്ചാൽ അതിന്റെ ആൻസർ എന്താ? ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ലെങ്ത് ഓഫ് ദ കണ്ടക്ടർ. ആർ ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു L. Cross-sectional area of the conductor. R is inversely proportional to cross-sectional area. Temperature and material. Material means its nature. അപ്പോൾ at constant temperature നമ്മൾ എടുക്കുകയാണെങ്കിൽ at constant temperature നമുക്ക് എന്ത് പറയാം? For a given conductor R proportional എന്ന് പറയാം L divided by A എന്ന് പറയാം. For a given conductor നമ്മൾ പിന്നെ nature പറയണ്ട, at constant temperature നമ്മൾ temperature പറയണ്ട. അപ്പോൾ R proportional എന്ന് പറയാം L by A എന്ന് പറയാം. R proportional ആയിട്ട് നമ്മൾ R equal ആക്കുമ്പോൾ എന്ത് ചെയ്യുക? R is equal to constant constant rho, read as rho into L by A, where rho is the constant of proportionality and that is called resistivity. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് resistivity. R is called, rho is the resistivity. അപ്പോൾ റെസിസ്റ്റൻസിന്റെ ഇക്വേഷൻ R is equal to rho into L by A. സാധാരണ ഇക്വേഷൻ R equal to V by I. എന്തിനാ ഇത് ചെയ്തത്? Find out the factors which depends on the resistance of the conductor. What are the factors? നമ്മൾ മനസ്സിലാക്കാൻ ഇക്വേഷൻ നോക്കി. ഇത് for a given temperature ആണ്. For a given temperature and for the material R is equal to rho into L by A. Where rho is what? Rho is the resistivity. ഇനി ഇതിന്റെ അകത്ത് നമുക്ക് rho എന്നുള്ള ടേമിന്റെ ഇക്വേഷൻ ഉണ്ടാക്കാം. ഓക്കേ, അപ്പോൾ നമ്മൾ റെസിസ്റ്റിവിറ്റിയുടെ ഇക്വേഷൻ ഉണ്ടാക്കാണ്. റെസിസ്റ്റിവിറ്റി rho R is equal to റെസിസ്റ്റൻസ് R is equal എന്താ ഇക്വേഷൻ കിട്ടിയത്? rho into L by A എന്നാണ് കിട്ടിയത്. അപ്പോൾ റെസിസ്റ്റിവിറ്റി റോ ഈക്വൽ എന്തായിരിക്കും? റോ ഈസ് ഈക്വൽ R into A divided by L. This equation of resistivity. ഇനി നിങ്ങൾ പറയേണ്ട ഒരു കാര്യമാണ്, what will happen to the resistivity when we change the area of cross section? Area cross section increase ചെയ്താൽ റെസിസ്റ്റിവിറ്റിക്ക് എന്താണ് സംഭവിക്കുക? For a given wire, ഒരു വയർ എടുത്ത് ഞാൻ എന്ത് ചെയ്തു?
ആ വയറിന് തന്നെ കുറച്ചും കൂടെ ഏരിയ കൂടിയ വയർ എടുത്താൽ ആ റെസിസ്റ്റിവിറ്റിക്ക് എന്തായിരിക്കും ഉണ്ടാവുക, അല്ലെ കുറച്ചും കൂടെ കൂടിയ ലെങ്ത് എടുത്താൽ എന്തായിരിക്കും ഉണ്ടാവുക? എന്താ നിങ്ങൾ പറയുന്നത്? റോ പ്രൊപ്പോർഷണൽ ടു എ, റോ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു എൽ അല്ലേ? അപ്പൊ എ കൂടുമ്പോൾ എന്ത് ചെയ്യും? റെസിസ്റ്റൻസ് കൂടും എന്നാണോ നിങ്ങൾ ആൻസർ? അവിടെ നമുക്ക് തെറ്റി അല്ലേ? എന്താ നമ്മൾ നേരത്തെ എന്താ പറഞ്ഞത്? ഹിയർ ഈ റോ നമ്മൾ എങ്ങനെ കൊണ്ടുവന്നത്? ഇറ്റ് ഈസ് ദ കോൺസ്റ്റന്റ് ഓഫ് പ്രൊപ്പോർഷണാലിറ്റി. സോ ഇറ്റ് ഈസ് കോൺസ്റ്റന്റ് ഫോർ എ ഗിവൺ മെറ്റീരിയൽ. ഒരു ഗിവൺ മെറ്റീരിയൽ അതെന്താണ്? കോൺസ്റ്റന്റ് ആണ്. അപ്പൊ നിങ്ങൾ ചോദിക്കും സാർ ഇവിടെ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ അല്ലേ, പിന്നെ എന്ത് റോ ഇൻക്രീസ് ചെയ്യാത്തതെന്ന് ചോദിക്കും. അപ്പൊ അതിന് ആൻസർ 6 കൂടുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യാൻ തരാം? സോറി, എ കൂടുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും? റെസിസ്റ്റൻസ് കുറയും. അപ്പൊ R × A എപ്പോഴും എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. L കൂടുമ്പോഴോ റെസിസ്റ്റൻസ് കൂടും. അപ്പൊ R/L എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. സോ നമുക്ക് എന്താ പറയാം? റെസിസ്റ്റിവിറ്റി ഇസ് ഇൻഡിപെൻഡന്റ് ഓഫ് ദ ഡയമെൻഷൻ ഓഫ് ദ മെറ്റീരിയൽ. Dimension means length of the material and length of the wire and the area of cross section. അത് രണ്ടിനും എന്ത് ചെയ്യുന്നില്ല? ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. The resistivity depends on the temperature and the nature of the material. Or material. What are the factors which depends on the resistivity? എന്ന് ചോദിച്ചാൽ ആൻസർ എന്താ? It depends on the nature of the material and temperature. It is independent of length of the wire and the cross sectional area of the wire. അപ്പോൾ അതെന്തുകൊണ്ടാണ് ഈ ഇക്വേഷൻ നമുക്ക് മനസ്സിലായില്ലേ? As the length increases, the resistance also increases. So R/L എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾ റെസിസ്റ്റിവിറ്റിയുടെ ഇക്വേഷൻ ഉണ്ടാക്കാൻ പോവാണ്. ലെറ്റ് L is equal to 1 meter. 1 meter ഉള്ള ഒരു വയർ ഞാൻ എടുക്കാം. And cross sectional area is equal to 1 meter square. അങ്ങനെയാണ് റെസിസ്റ്റിവിറ്റി is equal എന്ന് പറയാ റെസിസ്റ്റൻസ് എന്ന് പറയാം. Can you define resistivity? Yes, very good. Correct. നേരത്തെ രണ്ടെണ്ണം നിങ്ങൾ തെറ്റിച്ച് പറഞ്ഞു, ഇത് നിങ്ങൾ കറക്റ്റ് ആയിട്ട് പറഞ്ഞു. റെസിസ്റ്റിവിറ്റി ഇസ് ദ റെസിസ്റ്റൻസ് ഓഫ് എ കണ്ടക്ടർ ഹാവിംഗ് യൂണിറ്റ് ലെങ്ത് ആൻഡ് യൂണിറ്റ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. 1 മീറ്റർ ലെങ്ത്തും 1 മീറ്റർ സ്ക്വയർ ഏരിയയുള്ള, അത് യൂണിറ്റ് ലെങ്ത് ഉള്ള യൂണിറ്റ് ക്രോസ് സെക്ഷൻ ഏരിയ ഉള്ള ഒരു മെറ്റീരിയൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ ആ മെറ്റീരിയലിന് റെസിസ്റ്റൻസ് എത്രയാണോ ദാറ്റ് ഈസ് കോൾഡ് റെസിസ്റ്റിവിറ്റി. റെസിസ്റ്റിവിറ്റി ഇസ് ദ റെസിസ്റ്റൻസ് ഓഫ് എ കണ്ടക്ടർ ഹാവിംഗ് യൂണിറ്റ് ലെങ്ത് ആൻഡ് യൂണിറ്റ് ഏരിയ ക്രോസ് സെക്ഷൻ. അപ്പോൾ റെസിസ്റ്റിവിറ്റി നമ്മൾ റെസിസ്റ്റൻസ് പറഞ്ഞില്ലേ, അവിടെ തന്നെ നമ്മൾ പറയേണ്ട ഒരു ടേം ഉണ്ട് കണ്ടക്റ്റൻസ്. കണ്ടക്റ്റൻസ് റെസിസ്റ്റൻസ് എന്നാണ് ഓപ്പോസിഷൻ. അപ്പോൾ കണ്ടക്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അത് കണ്ടക്ട് ചെയ്യാൻ എബിലിറ്റി ആയിരിക്കും. കണ്ടക്റ്റൻസ് എന്നാൽ ഈസ് എ റെസിപ്രോക്കൽ ഓഫ് റെസിസ്റ്റൻസ് ആണ്. അതുപോലെ ഇവിടെ ഒരു ടേം ഉണ്ട് കണ്ടക്ടിവിറ്റി. കണ്ടക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ റെസിപ്രോക്കൽ ഓഫ് റെസിസ്റ്റിവിറ്റി. അപ്പൊ നമ്മളോട് റെസിസ്റ്റൻസിൽ ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ വാട്ട് ഈസ് റെസിസ്റ്റൻസ് എന്ന് ചോദിക്കാം. ഇനി ഞാൻ ഒരു കേസ് ചോദിക്കാണ്. വയർ ഒരു എക്സാമ്പിൾ ആണ്. ഹാവിംഗ് റെസിസ്റ്റൻസ്, റെസിസ്റ്റൻസിന്റെ യൂണിറ്റ് ഉണ്ടല്ലോ, റെസിസ്റ്റൻസിന്റെ യൂണിറ്റ് ഓം എന്നുള്ളതാണ്. ഓം ഓം അതിന്റെ സിമ്പൽ ഇങ്ങനെയാണ് റെസിസ്റ്റൻസ്. അപ്പൊ റെസിസ്റ്റൻസ് R = 2 ഓം ആണ്. ലെങ്ത് L ആണ്, ക്രോസ് സെക്ഷൻ ഏരിയ A ആണ്. ഞാൻ എന്ത് ചെയ്തു? അതിന് സ്ട്രെച്ച് ചെയ്യും. സ്ട്രെച്ച് ടു ഡബിൾ ഇറ്റ്സ് ലെങ്ത്. സ്ട്രെച്ച്ഡ് ടു ഡബിൾ ഇറ്റ്സ് ലെങ്ത്. ലെങ്ത് ഡബിൾ ആവുന്നവരെ സ്ട്രെച്ച് ചെയ്യും. അങ്ങനെയാണെങ്കിൽ വാട്ട് ചേഞ്ച് ഈസ് പ്രൊഡ്യൂസ്ഡ് ഇൻ ദ റെസിസ്റ്റിവിറ്റി ആൻഡ് ദ റെസിസ്റ്റൻസ്? ആ വയറിന്റെ റെസിസ്റ്റൻസ് 2 ഓം ആണ്, അല്ലെങ്കിൽ റെസിസ്റ്റൻസ് R ആണ്, റെസിസ്റ്റിവിറ്റി റോ ആണ്, അതിന്റെ ലെങ്ത് L ആണ്, ക്രോസ് സെക്ഷൻ ഏരിയ A ആണ്. അതിനെന്ത് ചെയ്ത് ഞാൻ ലെങ്ത് ഡബിൾ ആവുന്നത് വരെ സ്ട്രെച്ച് ചെയ്യും. അങ്ങനെയാണ് അതിന്റെ റെസിസ്റ്റിവിറ്റി എന്താണ്, റെസിസ്റ്റൻസ് എന്താണ്? റെസിസ്റ്റിവിറ്റി എന്താ വരും? പെട്ടെന്ന് പറയാൻ പറ്റുമല്ലോ. റെസിസ്റ്റിവിറ്റി എന്ത് തന്നെയായിരിക്കും? റോ തന്നെയായിരിക്കും. ബിക്കോസ് ഇറ്റ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ലെങ്ത് ആൻഡ് ക്രോസ് സെക്ഷൻ ഏരിയ. ഇനി റെസിസ്റ്റൻസ് എന്താ വരിക? റെസിസ്റ്റൻസിന്റെ ഇക്വേഷൻ എന്താണ്? R = റോ × L/A. അപ്പൊ ഇവിടെ എന്താ ചെയ്തത്? ലെങ്ത് ഡബിൾ ആക്കി. ലെങ്ത് ഡബിൾ ആക്കുമ്പോൾ എന്താവും? ലെങ്ത് ഡബിൾ ആകുമ്പോൾ റെസിസ്റ്റൻസ് ഡബിൾ ആവും എന്നതായിരിക്കും നിങ്ങളുടെ ആൻസർ. പക്ഷെ ആൻസറും തെറ്റാണ്. ഒന്നും കൂടെ നിങ്ങളൊന്ന് തിങ്ക് ചെയ്ത് നോക്കിയാൽ ഡബിൾ ലെങ്ത് ഉള്ള ഒരു വയർ എടുത്തു എന്നല്ല ഞാൻ പറഞ്ഞത്. അതേ മെറ്റീരിയലിന് ഡബിൾ ലെങ്ത് ഉള്ള വയർ എടുത്തു എന്നല്ല പറഞ്ഞത്. അതായത് സ്ട്രെച്ച്ഡ് ടു ഡബിൾ ഇറ്റ്സ് ലെങ്ത്. യെസ്, വെരി ഗുഡ്. സ്ട്രെച്ച് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? ഓട്ടോമാറ്റിക്കലി ക്രോസ് സെക്ഷൻ ഏരിയ വിൽ ഡിക്രീസ് അല്ലെ? വലുതാകുമ്പോൾ അതിങ്ങനെ തിന്നായി വരും. അപ്പൊ അതിന്റെ ക്രോസ് സെക്ഷൻ ഏരിയ എന്ത് ചെയ്യും? കുറയും. പക്ഷെ എന്ത് കോൺസ്റ്റന്റ് ആയിരിക്കണം?
വോളിയം കോൺസ്റ്റന്റ് ആയിരിക്കും. സിലിണ്ടറിക്കൽ ഷേപ്പ് ആണ്, അപ്പൊ അതിന്റെ വോളിയം എന്ന് പറഞ്ഞാൽ A ഇൻറ്റു L എടുക്കാം. അപ്പൊ നമുക്ക് ആദ്യത്തെ ഏരിയ A1, അതിന്റെ ലെങ്ത് L1. രണ്ടാമത്തെ ഏരിയ എന്ത് ചെയ്യുക, A2, അതിന്റെ ലെങ്ത് എന്ത് ചെയ്യുക, L2. ഓക്കെ, അങ്ങനെയാണ് ഇവിടെ എന്താ കിട്ടുക, A1 L1 is equal to A2 into L2 എന്ന് പറഞ്ഞാൽ എന്താണ്, 2 into L1 ആണ്. ശരിയല്ലേ? അപ്പോൾ ഇവിടെ എന്ത് കട്ട് ചെയ്തു, L1 കട്ട് ചെയ്തു. നമുക്ക് A2 ആണ് വേണ്ടത്. A2 is equal എന്താവും, A1 divided by 2 ആവും. എന്താ ചെയ്യാൻ ശ്രദ്ധിച്ചേ, ലെങ്ത് ഡബിൾ ആവുമ്പോൾ ഏരിയ ക്രോസ് സെക്ഷൻ എന്താവും, പകുതിയാവും. ലെങ്ത് 3 ടൈംസ് ആവുമ്പോൾ ഏരിയ സ്ട്രെച്ച് ചെയ്താലാണ്, സ്ട്രെച്ച് ചെയ്തിട്ട് ലെങ്ത് ഡബിൾ ആക്കുമ്പോൾ ഏരിയ ബിക്കംസ് A/2. 3 ടൈംസ് ആകുമ്പോൾ A/3 അല്ല, ഇവിടെ അങ്ങനെ വരികയല്ലേ ചെയ്യാം, ലെങ്ത് 3 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അപ്പൊ ലെങ്ത് n ടൈംസ് ആകുമ്പോൾ ഏരിയ എന്താവും, A/n. അപ്പൊ ഇവിടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കിയാൽ R ഡാഷ് എന്ന് കൊടുക്കുക. R ഡാഷ് ഇസ് റോ ഇൻറ്റു ലെങ്ത് എന്താവുന്നു, ഡബിൾ ആവുന്നു, ഏരിയ ക്രോസ് സെക്ഷൻ എന്താവുന്നു, A/2 ആവുന്നു. അപ്പൊ ഈ 2 മുകളിലേക്ക് വരുന്നതാണ് 2 into 2, that is 4 or 2 square. 2 square into rho L by A എന്ന് വരും. rho L by A എന്ന് പറയുന്നത് അതിന്റെ ആദ്യത്തെ റെസിസ്റ്റൻസ് ആണ്. സോ ഹിയർ R dash is equal എന്ന് കിട്ടുക 2 square R എന്ന് കിട്ടും. അപ്പോൾ ഡബിൾ ഇറ്റ്സ് ലെങ്ത്. ഇത് 3 ടൈംസ് ആണെങ്കിലോ, സ്ട്രെച്ച്ഡ് ടു 3 ടൈംസ് ഇറ്റ്സ് ലെങ്ത് ആണെങ്കിലോ, ഇവിടെ 3 വരും, ഇവിടെയും 3 വരും. അപ്പോൾ എന്ത് കിട്ടും, 3 സ്ക്വയർ. അപ്പോൾ n ടൈംസ് ആണെങ്കിലോ, സ്ട്രെച്ച്ഡ് ടു n ടൈംസ് ആകുമ്പോൾ R dash is equal to n square R എന്ന് കിട്ടും. ഇത് അങ്ങനെ നിങ്ങൾ ഓർത്ത് വെച്ചാൽ മതിയാവും. അപ്പോൾ അത് ലെങ്ത് ഡബിൾ, അല്ലാതെ നമ്മൾ ഡബിൾ ലെങ്ത് ഉള്ള മറ്റൊരു വയർ കൺസിഡർ ചെയ്യുകയാണെങ്കിലോ ഏരിയ കുറയൂലേ, സ്ട്രെച്ച് ചെയ്താൽ മാത്രമാണ് ഏരിയ റെഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, റെസിസ്റ്റിവിറ്റി നോ ചേഞ്ച്. റെസിസ്റ്റിവിറ്റി ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ലെങ്ത് ആൻഡ് ഏരിയ. അത് ഡിപ്പെൻഡ് ചെയ്യുന്നതേ ഇല്ല. പിന്നെ എന്തിനാണ് ചേഞ്ച് ചെയ്യുന്നത്, റെസിസ്റ്റൻസ് ചേഞ്ച്. നമുക്ക് ഇനി അടുത്ത് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി ഞാൻ പോകുന്നത് ഡ്രിഫ്റ്റ് വെലോസിറ്റിയും ഇലക്ട്രിക് കറണ്ട് തമ്മിലെ റിലേഷൻ ആണ്. വളരെ റിലേഷൻ ബിറ്റ്വീൻ ദ ഡ്രിഫ്റ്റ് വെലോസിറ്റി ആൻഡ് ഇലക്ട്രിക് കറണ്ട്. ബിഫോർ ദാറ്റ്, അപ്പോൾ ഞാനൊരു കണ്ടക്ടർ കൺസിഡർ ചെയ്യാം. ലെറ്റ് us consider കണ്ടക്ടർ കൺസിഡർ ചെയ്യാണ്. കണ്ടക്ടറിൽ നമ്മൾ എന്ത് പറഞ്ഞു, ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ടെന്ന് പറഞ്ഞു. ഫ്രീ ഇലക്ട്രോൺസ് പോസിറ്റീവ് നെഗറ്റീവ് ആണെങ്കിൽ ഇലക്ട്രോൺസ് എങ്ങോട്ടേക്ക് മൂവ് ചെയ്യും, പോസിറ്റീവിലേക്ക് മൂവ് ചെയ്യും. അറിയുന്ന കാര്യമാണ് ഇതൊക്കെ നമുക്ക് അല്ലേ. ഓക്കെ, അപ്പോൾ ഇതിൽ ഇലക്ട്രോൺസ് മൂവ് ചെയ്യുന്ന യൂണിറ്റ് ടൈം, ദാറ്റ് ഈസ് കോൾഡ് ഇലക്ട്രിക് കറണ്ട്. ഞാൻ എന്ത് ചെയ്യാം, ഒരു ഗിവൺ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എടുക്കാം. ആ ഏരിയ ഓഫ് ക്രോസ് സെക്ഷനിലൂടെ നോർമൽ ആയിട്ട് എത്ര ഇലക്ട്രോൺസ് പോകുന്നുണ്ടെന്ന് നോക്കാം. ഇലക്ട്രിക് കറണ്ട് പെർ യൂണിറ്റ് ഏരിയ, ഇലക്ട്രിക് കറണ്ട് പെർ യൂണിറ്റ് ഏരിയ, നോർമൽ ടു ദ ഏരിയ പോകണം. ആ കറണ്ടിനെ നമ്മൾ വിളിക്കുന്നവരാണ് കറണ്ട് ഡെൻസിറ്റി. അങ്ങനെ ഒരു ടേം കൂടെ നമ്മൾ പഠിക്കേണ്ടതുണ്ട്, കറണ്ട് ഡെൻസിറ്റി. അത് J എന്നുള്ള ടേം കൊണ്ടാണ് റെപ്രസെന്റ് ചെയ്യുക. കറണ്ട് I എന്നുള്ള ടേം കൊണ്ട് റെപ്രസെന്റ് ചെയ്യുക. കറണ്ട് എന്തായിരുന്നു വെച്ചാൽ റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ചാർജ്, അതൊരു സ്കാലാർ ക്വാണ്ടിറ്റി ആണ്. എന്നാൽ കറണ്ട് ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ വെക്റ്റർ ക്വാണ്ടിറ്റി. ഇറ്റ് ഈസ് ദ ഇലക്ട്രിക് കറണ്ട് പെർ യൂണിറ്റ് ഏരിയ ഓഫ് ദ കണ്ടക്ടർ. ആ യൂണിറ്റ് ഏരിയ എങ്ങനെ പോകണം, നോർമൽ ടു ദ ഏരിയ പോകണം. അപ്പോൾ കറണ്ട് ഡെൻസിറ്റി J ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് ചെയ്താൽ I ഡിവൈഡഡ് ബൈ A എന്ന് പറയാം. അപ്പോൾ ഇതിൻ്റെ യൂണിറ്റ് എന്തായിരിക്കും, യൂണിറ്റ് ആംബിയർ പെർ മീറ്റർ സ്ക്വയർ. വെരി ഗുഡ്. ഓക്കെ, അപ്പോൾ ഞാനൊരു കണ്ടക്ടർ കൺസിഡർ ചെയ്യാണ്. ആ കണ്ടക്ടറിൽ ലെറ്റ് n be the number of free electrons per unit volume. Number of free electrons per unit volume. എന്നാൽ ഒരു യൂണിറ്റ് വോള്യത്തിൽ എത്ര ഇലക്ട്രോൺ ഉണ്ട്, അതിനെ നമ്മൾ നമ്പർ ഡെൻസിറ്റി എന്നാണ് വിളിക്കുക. നമ്പർ ഡെൻസിറ്റി, ലെറ്റ് n be the number density of free electrons. അപ്പോൾ ഡെൻസിറ്റി എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഫ്രീ ഇലക്ട്രോൺസ് പെർ യൂണിറ്റ് വോളിയം. ഒരു ഇലക്ട്രോണിന്റെ ചാർജ് ലെറ്റ് ബി E ആണെന്ന് വിചാരിക്കും. അതിന്റെ മാഗ്നിറ്റ്യൂഡ് മൈനസ് E ആണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. മാഗ്നിറ്റ്യൂഡ് E ആണ്. അങ്ങനെയാണെങ്കിൽ ഈ n എന്നുള്ള അത്രയും ഇലക്ട്രോൺസിന്റെ ചാർജ് എത്രയായിരിക്കും, ടോട്ടൽ ഇപ്പോൾ ഇതിൽ എത്ര ചാർജ് ഉണ്ടാവും. n ബി ഇത് ഒരു കാര്യം കൂടെ പറയണം, ഇതിന്റെ ക്രോസ് സെക്ഷൻ ഏരിയ A ആണ്, ഇതിന്റെ ലെങ്ത് L ആണ്. അപ്പോൾ ഞാൻ E അവിടെ നിൽക്കട്ടെ. n ബി ദ നമ്പർ ഓഫ് ഫ്രീ ഇലക്ട്രോൺസ് പെർ യൂണിറ്റ് വോളിയം ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് ഫ്രീ ഇലക്ട്രോൺസ് എത്രയായിരിക്കും, ടോട്ടൽ നമ്പർ ഓഫ് ഫ്രീ ഇലക്ട്രോൺസ് ഒരു യൂണിറ്റ് വോള്യത്തിൽ n എന്നുള്ള അത്രയും ഇലക്ട്രോൺ ഉണ്ട്. അപ്പോൾ ടോട്ടൽ ഇലക്ട്രോൺസ് n ഈക്വൽ എങ്ങനെ എഴുതാം, n ഇൻറ്റു V. വെരി ഗുഡ്. അതായത് n ഇൻറ്റു വോളിയം. വോളിയം ഇവിടെ എന്താ വരിക, A ഇൻറ്റു L. വെരി ഗുഡ്.
ടോട്ടൽ നമ്പർ ഓഫ് ഫ്രീ ഇലക്ട്രോൺസ് വരും അല്ലെ. ടോട്ടൽ നമ്പർ ഓഫ് ഫ്രീ ഇലക്ട്രോൺസ് എത്രയും. ഒരു ഇലക്ട്രോണിന്റെ ചാർജ് ഇ ആണ്, നമ്മളതിന്റെ മാഗ്നിറ്റ്യൂഡ് ആണ് എടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ ചാർജ് എത്ര വരും അന്നേരം? ടോട്ടൽ ചാർജ് ഓഫ് ദ കണ്ടക്ടർ, ടോട്ടൽ ചാർജ് Q ഇസ് ഈക്വൽ ടു ഇത്രയും ഇലക്ട്രോൺ ആണ് ഉള്ളത്, ഒരു ഇലക്ട്രോണിന്റെ ചാർജ് ഇ ആണ്. അപ്പൊ ടോട്ടൽ ചാർജ് ഇസ് ഈക്വൽ നമുക്ക് എന്താ പറയാ? NaL into E എന്ന് പറയാം. ഇത്രയും ഇലക്ട്രോൺസ് ടി ടൈം കൊണ്ട് ക്രോസ് ചെയ്യാണെന്ന്. ടി ടൈം കൊണ്ട് ഇലക്ട്രോൺസ് ക്രോസ് ചെയ്യുകയാണെങ്കിൽ ഇലക്ട്രിക് കറണ്ട് I is equal എന്തായിരിക്കും? Q divided by Ti. ദാറ്റ് ഈസ് ഈക്വൽ എന്താ പറയാ? NaLE divided by T എന്ന് പറയാം. ഈ L by T എന്ന് പറഞ്ഞാൽ L എന്ന് പറയുന്നത് ലെങ്ത് ആണ്, ടോട്ടൽ ലെങ്ത്. T എന്ന് പറഞ്ഞാൽ അതിനുള്ള ടൈം ആണ്. അത് നമുക്ക് എന്ത് വിളിക്കാം? velocity. Here that is the drift velocity. So here the electric current I is equal എന്ന് കിട്ടും? NaE into എന്ത് വരും? drift velocity എന്ന് കിട്ടും. This is the relation between the electric current and drift velocity. Very simple. Now let us consider a conductor having length L, area cross section A, and N be the number of free electrons per unit volume. So the total number of free electrons equal to number density into volume. Total charge equal to total number of electrons into charge of it. Minus വേണം, magnitude മാത്രമേ എടുത്തിട്ടുള്ളൂ. Current equal to Q by T. T time അത് ക്രോസ് ചെയ്യാണെന്ന് let us assume that. So here NaLE by T. L by T is the drift velocity. So here NaEVD എന്ന് കിട്ടും. ഇനി നമ്മൾ I is equal to നമ്മൾ നേരത്തെ പഠിച്ചൊരു ഇക്വേഷൻ അല്ലേ, VD ക്ക് ഒരു ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. VD ക്ക് എന്താ ഇക്വേഷൻ പഠിച്ചത്? VD is equal to ഒരു മാഗ്നിറ്റ്യൂഡ് എടുക്കുകയാണെങ്കിൽ E divided by M into tau. നേരത്തെ ഫസ്റ്റ് പഠിച്ചത് ഓർമ്മയില്ലേ? മാഗ്നിറ്റ്യൂഡ് മാത്രമേ എടുത്തുള്ളൂ, അവിടെ ഒരു മൈനസ് ഉണ്ട്. അപ്പോൾ അത് ഞാൻ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം, VD ക്ക് വരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അങ്ങനെയാണ് എന്താ ഇക്വേഷൻ വരാം? I is equal to എന്ത് വരും? NaE into എന്ത് വരാം? E into tau divided by M എന്ന് കിട്ടും. ശരിയല്ലേ? ഈ VD ക്ക് വരാം E tau divided by M എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഇനി ഓംസ് ലോ പ്രകാരം V ഈക്വൽ എന്താണ്? ഓംസ് ലോ V is equal എന്തായിരുന്നു? IR ആണ്, ഈക്വൽ ടു NaE tau by M എന്ന് കിട്ടി. ഇനി A എന്നുള്ള ഞാൻ ഇപ്പുറത്ത് കൊണ്ടുവരാൻ എന്താ വരാ? I by A is equal to എന്താ കിട്ടുക? NE square E into tau divided by M എന്ന് കിട്ടും. ഈ I by A എന്ന് പറഞ്ഞാൽ കറണ്ട് ഡെൻസിറ്റി. സോ ഹിയർ കറണ്ട് ഡെൻസിറ്റി J is equal to NE square E divided by M into tau എന്ന ഇക്വേഷൻ കിട്ടും. This is equation of current density. Okay, ഇനി നമ്മൾ കറണ്ട് ഡെൻസിറ്റിയിലേക്ക് ഒന്നും കൂടി ഡീറ്റെയിൽ ആയിട്ട് പോകാം. കറണ്ട് ഡെൻസിറ്റി J is equal to നമ്മൾ എന്താ പറഞ്ഞത്? I divided by A എന്നാണ് പറഞ്ഞത്. കറണ്ട് ഡെൻസിറ്റി I by A. I എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയുന്ന ഇക്വേഷൻ ആണ്. V is equal എന്താണ്? V is equal to IR ആണ് അല്ലേ? ഇതിൽ V എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ്. ഫസ്റ്റ് ലെസണിൽ നമ്മൾ V equal to ED എന്ന് പഠിച്ച ഓർമ്മയുണ്ട? ED. അപ്പോൾ നമ്മളിവിടെ രണ്ട് എൻഡ് ആണ് എടുക്കുന്നത്, വയറിൻ്റെ. അപ്പോൾ ഇതാണ് D എന്ന് പറയുന്നത് തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ്. ഇവിടെ എന്താ എടുത്തത്? L ആണ്. അപ്പോൾ V ക്ക് എന്ത് എടുക്കണം? E into L. ദാറ്റ് ഈസ് ഈക്വൽ ടു I into എന്ത് കിട്ടും? R എന്ന് കിട്ടും. R ഈസ് ഈക്വൽ എന്താണ്? റോ ഇൻറ്റു L ഡിവൈഡ് ബൈ A എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യാം? നമുക്ക് L കട്ട് ചെയ്യാം. ഈ റോനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നാൽ എന്ത് വരാം? E ഡിവൈഡഡ് ബൈ റോ ദാറ്റ് ഈസ് ഈക്വൽ ടു I ഡിവൈഡഡ് ബൈ A എന്ന് കിട്ടും. I by A എന്ന് പറഞ്ഞാൽ ആരാണ്? കറണ്ട് ഡെൻസിറ്റി. സോ ദ കറണ്ട് ഡെൻസിറ്റി J is equal to എന്ത് ഇക്വേഷൻ എഴുതാം? E divided by rho എന്ന് എഴുതാം. നമ്മൾ നേരത്തെ ഞാൻ നിങ്ങളോട് പറയുന്നുണ്ട് 1 by resistivity is equal എന്നാണ്? 1 by resistivity is the conductivity. So J is equal എന്ന് കിട്ടും? സിഗ്മ E എന്ന് കിട്ടും. ഈ J equal to സിഗ്മ E എന്നുള്ളത് ഓംസ് ലോയുടെ മറ്റൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. V equal to IR എന്ന് നമ്മൾ പറയുന്നില്ലേ, അതേപോലെ ഒരു സ്റ്റേറ്റ്മെന്റ് തന്നെയാണ് എന്തെന്ന്? J is equal to sigma into E എന്ന് പറയുന്നത്. അപ്പോൾ സിഗ്മ ഇൻറ്റു ഇന്ന് നമുക്ക് എങ്ങോട്ടേക്ക് പോകാൻ പറ്റും? V is equal to IR ലേക്ക് എത്താൻ വേണ്ടി കഴിയും. ഈ രണ്ട് ഇക്വേഷൻ ഒന്ന് കമ്പയർ ചെയ്യാം. ഈ ഇക്വേഷനിലെ സിഗ്മക്ക് പകരമായിട്ട് ഇവിടെ എന്താ ഉള്ളത്?
ഇ എന്നുള്ള ടേം അങ്ങ് ഒഴിവാക്കും അല്ലേ. ഇ എന്നുള്ള ടേം ഒഴിവാക്കിയാൽ ബാക്കി ടേം ആണ് എന്ത്, സിഗ്മക്ക് പകരമായിട്ടുള്ളത്. സോ ബൈ കമ്പയറിംഗ് ദീസ് ടു ഇക്വേഷൻസ് കണ്ടക്ടിവിറ്റി ഈസ് ഈക്വൽ ടു n e സ്ക്വയർ ടോ ഡിവൈഡഡ് ബൈ m എന്ന് എഴുതും. ഇത് വെച്ച് റെസിസ്റ്റിവിറ്റി പറയുകയാണെങ്കിലോ, റെസിസ്റ്റിവിറ്റി ഈസ് ഈക്വൽ ടു 1 ബൈ കണ്ടക്ടിവിറ്റി. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ എന്ന് വരും m ഡിവൈഡഡ് ബൈ n e സ്ക്വയർ ടോ. ഈ ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, റെസിസ്റ്റിവിറ്റി ടെമ്പറേച്ചറിനെ എങ്ങനെ ഡിപ്പെൻഡ് ചെയ്യും, കണ്ടക്ടിവിറ്റി ടെമ്പറേച്ചറിനെ എങ്ങനെ ഡിപ്പെൻഡ് ചെയ്യും, അത് പറയാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ ഇക്വേഷൻ ഡിറൈവ് ചെയ്തത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വളരെ നന്നായിട്ട് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതാം. ഓക്കെ, ഇനി നമ്മൾ അടുത്ത് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഈ ഓംസ് ലോ എന്നുള്ളത് ഒരു യൂണിവേഴ്സൽ ലോ ആണോ നമുക്കറിയാം. ഇത്രയും കാര്യങ്ങൾ വളരെ നന്നായിട്ട് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതാം. അപ്പോൾ നമ്മൾ ഇന്ന് പറഞ്ഞേക്കുന്നത് എന്തൊക്കെയാണ്, ഇലക്ട്രിക് കറണ്ട്, ഡ്രിഫ്റ്റ് വെലോസിറ്റി, ഓംസ് ലോ, ദ റിലേഷൻ ബിറ്റ്വീൻ ദ ഡ്രിഫ്റ്റ് വെലോസിറ്റി ആൻഡ് ഇലക്ട്രിക് കറണ്ട്, റെസിസ്റ്റൻസ്, റെസിസ്റ്റിവിറ്റി, കണ്ടക്ടിവിറ്റി, കറണ്ട് ഡെൻസിറ്റി, റിലേഷൻ ബിറ്റ്വീൻ ദ കറണ്ട് ഡെൻസിറ്റി ആൻഡ് റെസിസ്റ്റിവിറ്റി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഡിസ്കസ് ചെയ്തത്. ഒന്നും കൂടെ നിങ്ങളുടെ വീഡിയോ 2-3 പ്രാവശ്യം കണ്ടാൽ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ബാക്കി കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. ഓക്കെ.